മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പി. നേതാവാണ് നടൻ സുരേഷ് ഗോപി. ടൂറിസം, പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയായി അദ്ദേഹം കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന കേരളത്തിന് സുരേഷ് ഗോപിയുടെ മന്ത്രി പദവി നേട്ടമായേക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. സുരേഷ് ഗോപിക്ക് പുറമെ ബി.ജെ.പി. നേതാവ് ജോർജ് കുര്യനും ഇത്തവണ കേന്ദ്ര സഹമന്ത്രിയായിട്ടുണ്ട്. ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. MP അല്ലാത്ത അദ്ദേഹം വൈകാതെ രാജ്യസഭ വഴി പാർലമെന്റിലെത്തുമെന്നാണ് പ്രതീക്ഷ. ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ശമ്പളത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. തനിക്ക് കിട്ടുന്ന ശമ്പളം എന്തു ചെയ്യുമെന്ന് വിശദീകരിച്ചിരുന്നു അദ്ദേഹം. നേരത്തെ രാജ്യസഭാ MP ആയിരുന്നു സുരേഷ് ഗോപി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയിരുന്നു. 2 തവണയും തോറ്റെങ്കിലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ്. രാജ്യസഭാ MP ആയിരുന്നപ്പോൾ ശമ്പളം എന്താണ് ചെയ്തത് അതുതന്നെ ഇപ്പോഴും ചെയ്യുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. തന്റെ ശമ്പളം പാവപ്പെട്ടവർക്ക് നൽകുകയാണെന്ന് സുരേഷ് ഗോപി 3 വർഷം മുൻപ് മറ്റൊരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. പന്തളം സുധാകരൻ ഉൾപ്പെടെ പങ്കെടുത്ത ചർച്ചയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. MP എന്ന നിലയിൽ കിട്ടിയ ശമ്പളം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നും എല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടേയുള്ളൂവെന്നും സുരേഷ് ഗോപി ചർച്ചയ്ക്കിടെ വിശദീകരിച്ചിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് അനിവാര്യതയായുള്ള കാര്യങ്ങൾ കേരളം വഴങ്ങിയാൽ ഇവിടെ നിന്ന് കൊണ്ടെത്തിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് സുരേഷ് ഗോപി. 4-ലധികം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച അദ്ദേഹം വർക്ക് ഫ്രം വർക്ക് പ്ലേസ് എന്ന രീതിയിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറയുന്നുണ്ട്. സിനിമ തന്റെ ജീവിത വരുമാനമാണ് എന്ന് സൂചിപ്പിച്ച ശേഷമാണ് സുരേഷ് ഗോപി ശമ്പളം എന്തു ചെയ്യുമെന്ന് വിശദീകരിച്ചത്. രാജ്യസഭാ MP ആയിരുന്ന വേളയിൽ ചെയ്ത പോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. MP എന്ന നിലയിൽ 1 ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി ലഭിക്കും. മണ്ഡലം അലവൻസായി 70,000 രൂപയും പേഴ്സണൽ സ്റ്റാഫിന്റെ ശമ്പളം, ടെലികമ്മ്യൂണിക്കേഷൻ, സ്റ്റേഷനറി എന്നിവയ്ക്ക് 60,000 രൂപയും പാർലമെന്റ് സമ്മേളന കാലയളവിൽ മറ്റ് അലവൻസുകളും MP-മാർക്ക് കിട്ടും. 2018 ദുരന്തകാലത്ത് കേന്ദ്ര സാമൂഹിക നീതി സഹമന്ത്രി രാംദാസ് അത്തയ്വാല 2 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. 2 മാസത്തെ ശമ്പളം എന്ന നിലയിൽ 4 ലക്ഷം രൂപയുടെ ചെക്കാണ് അന്ന് അദ്ദേഹം മലപ്പുറം ജില്ലാ കളക്ടർ അമിത് മീണയ്ക്ക് കൈമാറിയത്. ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമെന്നാണ് സുരേഷ് ഗോപിയും പറയുന്നത്. തൃശൂരിലെ വിജയത്തിന് പിന്നാലെ തന്നെ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ സിനിമകൾ മുടങ്ങുമോ എന്ന ആശങ്ക കാരണം മന്ത്രിപദം ഏറ്റെടുക്കാനില്ലെന്ന തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. ഇതോടെ മന്ത്രിപദവി ഏറ്റെടുക്കാൻ സുരേഷ് ഗോപിക്ക് മേൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. കേരളത്തിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി മന്ത്രിയാകണമെന്ന താൽപര്യം മോദിയും അറിയിച്ചിരുന്നു. മന്ത്രിസഭയിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം ലഭിച്ചത്. കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിക്കാൻ ജോർജിന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നുണ്ട്. കേരളത്തിൽ വളരണമെങ്കിൽ ഹൈന്ദവർക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി ലഭിക്കേണ്ടതുണ്ടെന്ന് നേരത്തെ തന്നെ ബി.ജെ.പി. തിരിച്ചറിഞ്ഞതാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ കടന്നുകയറാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ശക്തമായ പ്രവർത്തനമായിരുന്നു കേരളത്തിൽ ബി.ജെ.പി. കാഴ്ചവെച്ചത്. ഭവന സന്ദർശനമടക്കം ഇതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തുവെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. തൃശൂരിലടക്കം ക്രിസ്ത്യൻ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകി. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത്.